പ്രായം ഏതുമാകട്ടെ, വിദ്യാഭ്യാസം ഏതുമാകട്ടെ, നിങ്ങൾക്കും കമ്പ്യൂട്ടർ പഠിക്കാം. CSE അക്കാദമി കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ് CSE കോമൺ സർവീസ് സെന്റർ. പഠനശേഷം ജോലി ഉറപ്പ്. നിലവിൽ CSE, അക്ഷയ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേക പരിശീലനം. പഠനശേഷം ജോലി ഉറപ്പ്. ഞങ്ങളുടെ സവിശേഷതകളും ഞങ്ങളുടെ കോഴ്സുകളും. 1 മാസം, 3 മാസം, 6 മാസം എന്നീ രീതികളിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ. നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ. സുപ്രീം CSE അക്കാദമി, 3rd floor, സൗഹൃദ ആർക്കേഡ്, വടക്കാഞ്ചേരി. ഫോൺ 8590803536 9400478768. സർവീസിൽ നിന്നും വിരമിക്കുന്ന കുണ്ടുകാട് AUPS അമ്പലപ്പാട് സ്കൂൾ അധ്യാപിക ഷാഹിദ റഹ്മാന് യാത്രയയപ്പ് നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി മുരളി യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷാഹിദ ടീച്ചർ വിരമിക്കുമ്പോൾ എനിക്ക് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സുഹൃത്തുക്കളായ കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ ആഹ്ലാദത്തിലാണ്. കാരണം ടീച്ചറെ മുഴുവൻ സമയവും സംഘടനാ രംഗത്തേക്ക് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ടീച്ചറിൽ കണ്ടിട്ടുള്ള സവിശേഷത മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കൽ തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് താൻ പ്രവർത്തിയെടുക്കുന്ന സ്ഥാപനത്തിൽ കൃത്യമായി ആ കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നതാണ് പൊതുപ്രവർത്തകർക്കിടയിൽ ടീച്ചറെ വേറിട്ട് നിർത്തിയിരുന്നത്. നമുക്കറിയാം, അധ്യാപക സംഘടനാ നേതാക്കന്മാർ എല്ലാവരും എന്നല്ല പറയുന്നത്, ഭൂരിപക്ഷം പേരും അവരുടെ സംഘടനാ തലത്തിൽ പ്രവർത്തനങ്ങളുമായി സജീവമാകുമ്പോൾ പലപ്പോഴും പഠിപ്പിക്കുന്ന കുട്ടികളെ അവർ വിസ്മരിക്കാറുണ്ട്. ബോധപൂർവം അല്ലെങ്കിലും തിരക്കുകൾക്കിടയിൽ അതിനവർക്ക് സമയം കിട്ടാറില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങളിൽ, അവരുടെ കലാപ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ വലിയ ശ്രദ്ധ കൊടുക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിരുന്നു. കാരണം ആ സ്കൂളിൽ, അമ്പലപ്പാട് സ്കൂളിൽ വിദ്യാരംഗം സാഹിത്യവേദിയുമായും മധുരം മലയാളം പരിപാടിയുമായൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളിൽ ടീച്ചർ കാണിച്ചിരുന്ന താല്പര്യം, അത് കലോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി. പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. രാജേന്ദ്രൻ അരങ്ങത്ത്, NR സതീശൻ, ജിജോ കുര്യൻ, സിന്ധു സുബ്രഹ്മണ്യൻ, PG ജയദീപ്, PN വൈശാഖ്, PJ രാജു, AS ഹംസ, ജോയൽ മഞ്ഞില, അജിത് കുമാർ മല്ലയ്യ എന്നിവർ പ്രസംഗിച്ചു. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 56 വയസ്സ് എന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്മണ രേഖയാണ്. അതിനപ്പുറം കടക്കാൻ കഴിയാത്ത ഞങ്ങളൊക്കെ സാങ്കേതികമായി റിട്ടയർ ചെയ്യുകയാണ്. എന്നിരുന്നാലും ഞാൻ എൻ്റെ വിശ്രമ ജീവിതത്തിലേക്ക്, ഔദ്യോഗികമായുള്ള വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും എന്നോടൊപ്പം നിന്ന വിവിധ മേഖലകളിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു ചെറിയ വിരുന്ന് കൊടുക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി എനിക്ക് വേണ്ടി സംസാരിച്ചവർ, എന്നോടൊപ്പം പ്രവർത്തിച്ചവർ, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചവർ, ഞാനൊരു അധ്യാപികയായി 1993 പ്രവർത്തനം ആരംഭിച്ച് അവിടെ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ രംഗത്തേക്കും ഒക്കെ കടന്നു വന്ന് അതിനെനിക്ക് എന്താ പറയുക, വലിയ പിന്തുണ നൽകിയ സംഘടനാ നേതാക്കൾ, എൻ്റെ വിദ്യാലയത്തിലെ അധ്യാപകർ, എൻ്റെ കുടുംബാംഗങ്ങൾ, ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ, അതിലുപരി ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ, മുരളിയേട്ടനടക്കം, ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന വിവിധ ചാനലുകൾ അടക്കമുള്ള ആളുകൾ, അവർ നൽകിയ കലവറയില്ലാത്ത പിന്തുണയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഈ എൻ്റെ ചെറിയ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.